കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന സ്ഥലം. ഇവിടെയാണ് 60 വയസ്സുള്ള വത്സലയും അവരുടെ ഭർത്താവും താമസിക്കുന്നത്. വത്സലയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പേരക്കുട്ടിയായ 16 വയസ്സുള്ള മീര വരും. മീര തന്റെ അമ്മയ മഞ്ജുഷയുടെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും മുത്തശ്ശിയുടെ വീട്ടിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുക. മീരയുടെ അമ്മയായ മഞ്ജുഷയുടെ വീട്ടിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അങ്ങനെ 2019 ജൂൺ മാസം 10-ാം തീയതി രാത്രി 8 മണിയോടുകൂടി മീര മുത്തശ്ശിയോട് ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോകാം, അവിടെ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് അവൾ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ്, അതായത് രാത്രി ഒരു 9:30 വത്സലയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ വിളിച്ചത് വത്സലയുടെ മകളായ മഞ്ജുഷയായിരുന്നു. സാധാരണ വത്സലയോട് സംസാരിക്കുന്നത് പോലെ അമ്മ കഴിച്ചോ, എന്താണ് ചെയ്യുന്നത്, മരുന്നൊക്കെ കഴിച്ചോ, ഇങ്ങനെ സാധാരണഗതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അവസാനം മീര എന്താണ് ചെയ്യുന്നത് എന്നും ചോദിച്ചു. അതിന് വത്സല, നീ എന്തായി പറയുന്നത്? മീരയോ? മീര അവിടേക്കല്ലേ വന്നത്? അവൾ ഇന്ന് അവിടെ കിടന്നുറങ്ങുമെന്നല്ലേ പറഞ്ഞത്? അവളിപ്പോൾ പോയിട്ട് തന്നെ ഒരുപാട് സമയമായല്ലോ എന്നും പറഞ്ഞു. ഇത് കേട്ട മഞ്ജുഷ, ഇല്ലല്ല, മീര ഇവിടെ വന്നില്ലല്ലോ. ശരി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. മീരയ്ക്ക് എന്ത് സംഭവിച്ചു, അവൾ എവിടെ പോയി എന്നുള്ള ഭയത്തിൽ വത്സല ഇരിക്കുമ്പോൾ അടുത്ത് വീണ്ടും മഞ്ജുഷയിൽ നിന്നും ഒരു കോള് വന്നു. ആ കോളിൽ മഞ്ജുഷ ഭയത്തിൽ കരഞ്ഞുകൊണ്ട്, അമ്മേ, അവൾക്കൊരു ആൺകുട്ടിയെ ഇഷ്ടമാണെന്ന്, അവന്റെ കൂടെ അവൾ തിരുപ്പതിയിലേക്ക് പോയെന്ന് അവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഇത് കേട്ട് മുത്തശ്ശിക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. അടുത്ത് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. അന്നത്തെ ദിവസം രാത്രി മഞ്ജുഷയും അച്ഛനും അമ്മയും ഉറങ്ങിയതേയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ മഞ്ജുഷ അമ്മയോട്, ഞാൻ തിരുപ്പതിയിലേക്ക് പോയി അവളെ വിളിച്ചു കൊണ്ടുവരാം, എന്തായാലും അവളെ വിളിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടേക്ക് വരികയുള്ളൂ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. അടുത്ത ദിവസം മഞ്ജുഷ അമ്മയോട് ഫോൺ വിളിച്ച് സംസാരിച്ചു. മീരയെ ഞാൻ തിരയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ അതിനുശേഷം വത്സല മഞ്ജുഷയുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാകും എന്നാണ് തുടക്കത്തിൽ ചിന്തിച്ചത്. എന്നാൽ അടുത്ത ദിവസമായിട്ട് മഞ്ജുഷയുടെ നമ്പർ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. തന്റെ പേരക്കുട്ടി ആരുടെയോ കൂടെ ഒളിച്ചോടി. അവളെ തിരഞ്ഞുപോയ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല. ഫോൺ വിളിച്ചപ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇപ്പൊ വല്ലാത്ത ഭയത്തിലും ദുഃഖത്തിലുമായ വത്സല എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരുന്നു. സത്യത്തിൽ വത്സലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ മീര എവിടേക്കാണ് പോയത്? അവളെ തിരഞ്ഞു പോയ അവളുടെ അമ്മയായ മഞ്ജുഷയ്ക്ക് എന്ത് സംഭവിച്ചു? 2019 കേരളത്തിൽ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. മഞ്ജുഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം ജൂൺ മാസം 13-ാം തീയതി രാവിലെ വരെയും വത്സല മഞ്ജുഷയുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അപ്പോഴും അവളുടെ പക്കൽ നിന്ന് യാതൊരു വിവരവും ലഭിച്ചില്ല. പിന്നീട് വത്സലയും ഭർത്താവും ചേർന്ന് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് മകൾക്കും പേരക്കുട്ടിക്കും എന്തോ ആപത്തുണ്ട്, പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഒരു പരാതി നൽകി. പോലീസ് വത്സലയോട്, മീര ഏതോ ആൺകുട്ടിയുടെ കൂടെ പോയി എന്നല്ലേ പറഞ്ഞത്, അവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. പക്ഷെ വത്സലയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. 16 വയസ്സുള്ള മീര നെടുമങ്ങാടുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി. 10-ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കും ലഭിച്ചു. ഒരുപാട് പേർ അവളെ അഭിനന്ദിച്ചു. ഇതറിഞ്ഞ് പോലീസ് അവൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ചെന്ന് മീരയുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു. മീര നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ്, അവൾ അങ്ങനെ യാതൊരു ആൺകുട്ടിയോടും സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേയില്ല. എന്നാൽ അവസാനത്തെ ഒരാഴ്ച അവൾ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആരോടും അധികമായി അവളൊന്നും സംസാരിച്ചിട്ടേ ഇല്ല എന്ന് ചില സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു. പിന്നീട് പോലീസ് മഞ്ജുഷയുടെ വീടുള്ള പ്രദേശത്തേക്ക് ചെന്ന് അയൽവാസികളോടും മറ്റുള്ള ആളുകളോടും മീരയെക്കുറിച്ച് അന്വേഷിച്ചു. അവരും മീരയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. സ്കൂളിലേക്ക് പോയാൽ നേരെ വീട്ടിലേക്ക് മാത്രം വരും, അവളുടെ കാര്യം മാത്രം നോക്കി അവൾ നടക്കുമെന്നും പറഞ്ഞു. പോലീസിന് ഇവിടെയാണ് ഒരു സംശയം വന്നത്. മീര ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു, അവന്റെ കൂടെ ഒളിച്ചോടി എന്നാണ് മീരയുടെ അമ്മ പറഞ്ഞത്. എന്നാൽ അവൾ അങ്ങനെ ആരോടും സംസാരിക്കാറേ ഇല്ല എന്നാണ് അറിയുന്നത്. കൂടെ പഠിക്കുന്നവരും ആ പ്രദേശവാസികളും എല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാകുമോ? അങ്ങനെ അവൾ പ്രണയിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടാകുമോ? വത്സലയോട് മഞ്ജുഷ ഒരു പക്ഷെ കള്ളം പറഞ്ഞതായിരിക്കുമോ എന്ന് പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മഞ്ജുഷയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. 2 വർഷത്തിന് മുൻപ് മഞ്ജുഷയുടെ ഭർത്താവ് മരിച്ചു. 34 വയസ്സാണ് അവൾക്ക്. വളരെ ശാന്തയായ ഒരു സ്ത്രീ. ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ട് കൂടിയും
മറ്റൊരു വിവാഹം കഴിക്കാതെ സ്വന്തം മകൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി മഞ്ജുഷയ്ക്ക് മറ്റെന്തെങ്കിലും ബന്ധം, ഒരു അഫയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും തന്നെ ഇല്ല, അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ അല്ല എന്നാണ് അയൽവാസികൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മഞ്ജുഷയ്ക്ക് സുഹൃത്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയത്തക്ക സുഹൃത്തുക്കളൊന്നും അവൾക്ക് ഇല്ല. അവൾക്ക് അവളുടെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു യുവാവ് മാത്രം ഇടയ്ക്കിടയ്ക്ക് മഞ്ജുഷയുടെ വീട്ടിലേക്ക് പോകും. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവനാണ് കടയിലൊക്കെ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. മഞ്ജുഷയെക്കാളും അവന് പ്രായം കുറവാണ്. അതുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ആ ഭാഗത്തുള്ള ചിലർ പോലീസിനോട് പറഞ്ഞു. എന്നാൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങൾ പറഞ്ഞാൽ മതിയോ? പോലീസ് തന്നെയല്ലേ കൺഫേം ചെയ്യേണ്ടത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം മഞ്ജുഷയുടെ വീട്ടിലേക്ക് വന്നു പോയ ആ യുവാവിലേക്ക് തിരിഞ്ഞു. മഞ്ജുഷയുടെ വീട്ടിൽ വന്ന് അവർക്ക് സഹായം ചെയ്യുന്ന ആ 28 വയസ്സുള്ള അനീഷിന്റെ വീട് മഞ്ജുഷയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെയാണ്. അനീഷിന്റെ വീട്ടിലേക്ക് ചെന്ന് അവനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജൂൺ മാസം 11-ാം തീയതി രാവിലെ തന്നെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല, സ്വിച്ച് ഓഫ് ആണ്. ഇങ്ങനെയാണ് ആ കുടുംബം പറഞ്ഞത്. ഇത് കേട്ട പോലീസിന് ഒരു വലിയ ആശയക്കുഴപ്പം. കാരണം മഞ്ജുഷ മീരയെ അന്വേഷിച്ച് തിരുപ്പതിയിലേക്ക് പോയതും അതേ 11-ാം തീയതി രാവിലെ ആയിരുന്നു. പിന്നീട് അനീഷിന്റെ മൊബൈൽ നമ്പറും മഞ്ജുഷയുടെ മൊബൈൽ നമ്പറും ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ ചില ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് അവരുടെ മൊബൈലിന്റെ IMEI നമ്പർ പരിശോധിക്കുമ്പോൾ രണ്ടുപേരുടെ മൊബൈലും തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്ത് സജീവമാണെന്ന് പോലീസ് കണ്ടെത്തി. ഉടൻ തന്നെ പോലീസിന്റെ ഒരു ടീം നാഗർകോവിലേക്ക് പോയി. അവിടെയുള്ള ഓരോ ലോഡ്ജിലും ചെന്ന് മഞ്ജുഷയുടെയും അനീഷിന്റെയും ഫോട്ടോ കാണിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടോ, താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോഡ്ജിൽ ഈ ഫോട്ടോയിലുള്ള മഞ്ജുഷയും അനീഷും വന്ന് താമസിച്ചതിന്റെ റെക്കോർഡ്സ് കണ്ടു. പക്ഷേ മറ്റ് പേരുകളിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. അങ്ങനെ ആ ലോഡ്ജിലെ ഒരു പ്രത്യേക മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ മുറിക്കുള്ളിൽ പോലീസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഞ്ജുഷയും അനീഷും ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ പോലീസ് മഞ്ജുഷയോട് ചോദിച്ചു, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. നിങ്ങളുടെ മകൾ മീര എവിടെയാണ്? അവളെ തിരഞ്ഞല്ലേ നിങ്ങൾ തിരുപ്പതിയിലേക്ക് പോയത്? പിന്നെ എന്തിനാണ് നാഗർകോവിലേക്ക് വന്നതെന്ന് ചോദിച്ചു. മഞ്ജുഷ പറഞ്ഞത്, അവൾ തിരുപ്പതിയിൽ നിന്നും നാഗർകോവിലേക്ക് വന്നിട്ടുണ്ടാകുമോ എന്നൊരു സംശയം എനിക്ക് വന്നു. അതുകൊണ്ട് അവളെ തിരഞ്ഞ് ഞാൻ ഇവിടെ വന്നു. നാഗർകോവിലിൽ പലയിടത്തും ഞാൻ അവളെ അന്വേഷിച്ചു, എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഒരു റൂം എടുത്ത് ഇവിടെ താമസിക്കുന്നതെന്നും പറഞ്ഞു. പക്ഷേ മഞ്ജുഷ പറഞ്ഞത് വിശ്വസിക്കാത്ത പോലീസ് അവളെയും അനീഷിനെയും ജൂൺ മാസം 29-ാം തീയതി സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ പറഞ്ഞത്, ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്നെക്കൊണ്ട് മീരയ്ക്ക് തുടർ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കില്ല. അനീഷിനെ എനിക്ക് നന്നായി അറിയാം, വളരെ നല്ലൊരു യുവാവാണ്. മീര 12-ാം ക്ലാസ് പഠിച്ചതിന് ശേഷം മീരയെ കൊണ്ട് അനീഷിനെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. മീരയോടും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അവൾക്കതിൽ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ജൂൺ മാസം 10-ാം തീയതി രാത്രി എനിക്കും മീരയ്ക്കും ഇടയിൽ ഇത് സംബന്ധിക്കുന്ന രീതിയിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. ആ പ്രശ്നത്തിൽ മീര ദേഷ്യപ്പെട്ട് മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. ഒരല്പസമയം കഴിഞ്ഞ് വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് വരും എന്ന് ഞാൻ കാത്തിരുന്നു. പക്ഷെ വന്നില്ല. മുറിയുടെ വാതിൽ ഞാൻ ചെന്ന് മുട്ടി നോക്കി. വാതിൽ തുറന്നില്ല, യാതൊരു മറുപടിയും ഇല്ല. പിന്നീട് എനിക്കെന്തോ ഭയം തോന്നി. പെട്ടെന്ന് എന്നെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി അവളുടെ മുറിയുടെ ജനാല ഞാൻ തുറന്നു നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അവൾ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. എന്നെക്കൊണ്ട് അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. അവളുടെ മരണം എന്നെക്കൊണ്ട് സഹിക്കാനും സാധിച്ചില്ല. എന്നാൽ ഇക്കാര്യം അച്ഛനും അമ്മയോടും പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറഞ്ഞാൽ ഞാനാണ് അവളെ കൊന്നതെന്നും പറഞ്ഞ് എന്നെ സംശയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അനീഷിനെ ഫോൺ ചെയ്ത് വിളിച്ചു. മീരയുടെ ഡെഡ് ബോഡി ബൈക്കിൽ കയറ്റി അനീഷിന്റെ വീടിന് പുറകിലുള്ള ഒരു പാഴടഞ്ഞ കിണറ്റിലേക്ക് എടുത്ത് എറിഞ്ഞുവെന്ന് മഞ്ജുഷ പോലീസിനോട് പറഞ്ഞു. അടുത്ത ദിവസം, അതായത് ജൂൺ മാസം 30-ാം തീയതി മഞ്ജുഷ പറഞ്ഞ ആ കിണറിൽ നിന്നും മീരയുടെ ഡെഡ് ബോഡി പുറത്തേക്കെടുത്തു. മൊത്തത്തിൽ ഒരു അഴുകിയ നിലയിലായിരുന്നു അത്. 20 ദിവസത്തോളം അത് വെള്ളത്തിൽ തന്നെയായിരുന്നു. വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് മീരയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. മീര ആത്മഹത്യ ചെയ്തുവെന്ന് മഞ്ജുഷ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നുള്ള ഒരു കുഴപ്പത്തിലായിരുന്നു പോലീസ്. അതൊന്നുകൂടെ സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു മീരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. മീരയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത്, മീരയെ പരിശോധിച്ചതിൽ അവളുടെ കഴുത്തിൽ ഷോള് കൊണ്ട് മുറുക്കിയ ഒരു അടയാളം ഉണ്ടായിരുന്നു. പക്ഷെ തൂങ്ങി മരിച്ച വ്യക്തിക്ക് സാധാരണ ഉണ്ടാകുന്നത് പോലുള്ള ഒരു അടയാളം അല്ല അത്. അറിഞ്ഞുകൊണ്ട് ആരോ ഷോൾ വെച്ച് അവളുടെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മീരയുടെ ശ്വാസകോശത്തിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അതായത് മീരയെ കിണറിലേക്ക് എറിയുന്നത് വരെയും അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. കിണറിലേക്ക് എറിഞ്ഞതിന് ശേഷം, കിണറിലെ വെള്ളം കുടിച്ചതിന് ശേഷമാണ് ശ്വാസം മുട്ടിയാണ് അവൾ മരിച്ചത് എന്ന് ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. ഇപ്പൊ പോലീസിന് ഉറപ്പായി
തീർച്ചയായും മഞ്ജുഷയ്ക്കും ഈ ഒരു മരണത്തിനും എന്തോ ഒരു ബന്ധമുണ്ട്. വീണ്ടും പോലീസുകാർ വളരെ ഗൗരവമായി മഞ്ജുഷയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇനി എന്തായാലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായി മഞ്ജുഷ സത്യമെല്ലാം പറയാൻ തുടങ്ങി. ഞാനും മകളും എൻ്റെ വീട്ടിൽ വളരെ സന്തോഷകരമായി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം എൻ്റെ വീടിനടുത്തുള്ള വീട്ടിൽ അനീഷ് പെയിന്റ് അടിക്കാനായി വന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായി അവനെ കണ്ടത്. അന്നു മുതൽ ഞങ്ങൾക്കിടയിൽ നല്ലൊരു സൗഹൃദമുണ്ടായി. മകൾ സ്കൂളിലേക്ക് പോകുന്ന സമയം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം ഞാൻ അനീഷിനെയും കാണുമായിരുന്നു. അറിയാതെ ആണെങ്കിൽ കൂടിയും ഞങ്ങൾക്കിടയിൽ ഒരു തെറ്റായ ബന്ധം ഉടലെടുക്കാൻ തുടങ്ങി. ഒരു തവണ മീര പെട്ടെന്ന് സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് വന്നു. അപ്പോൾ വീട്ടിലെ ഹാളിൽ അനീഷ് ഉണ്ടായിരുന്നു. എന്നോട് അതാരാണെന്ന് ചോദിച്ചു. അവൻ എൻ്റെ സുഹൃത്താണ്, വെറുതെ കാണാൻ വന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നീടും ഒരുപാട് തവണ ഞാനും അനീഷ് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ മീര ശ്രദ്ധിച്ചു. അതെനിക്ക് മനസ്സിലായി. ഒരു തവണ ഞാനും അനീഷും വീട്ടിൽ മുറിക്കുള്ളിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുമ്പോൾ പെട്ടെന്ന് മീര കയറി വന്നു. അതിനെക്കുറിച്ച് അവൾ എന്നോട് ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുണ്ടായി. അവൾ എന്നെ എത്രയോ ഉപദേശിച്ചു നോക്കി. പക്ഷെ എനിക്ക് ആ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അനീഷിനെ കൊണ്ട് മീരയെ വിവാഹം കഴിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ മീര അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പും ഉണ്ടായി. അനീഷിന്റെയും എന്റെയും സന്തോഷത്തിനിടയിൽ മകൾ ഒരു ശല്യമായി മാറിയതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ജൂൺ മാസം 10-ാം തീയതി രാത്രി അവൾ വീട്ടിലേക്ക് വന്നു. ഞാനും അനീഷും ചേർന്നാണ് ഷോൾ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. പിന്നീട് ബൈക്കിൽ മീരയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയി ആ കിണറിൽ എറിയുകയും ചെയ്തു. എന്നാൽ കിണറിൽ എറിയുന്നതിന് മുൻപ് അവളുടെ ശരീരവുമായി ചേർത്ത് ഒരു കല്ല് കെട്ടി. പക്ഷെ പെട്ടെന്ന് മീര ചുമക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. എങ്ങനെയെങ്കിലും അവൾ മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച് അതേ രീതിയിൽ അവളെ കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ വീട്ടിലേക്ക് വന്നു. ആരും എന്നെ സംശയിക്കാതിരിക്കാൻ വേണ്ടി മകൾക്ക് ഒരാളെ ഇഷ്ടമായിരുന്നുവെന്നും അവൾ അവനോടൊപ്പം ഒളിച്ചോടിയെന്നും ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനും അനീഷും വീട്ടിൽ നിന്നും പോയതിനു ശേഷം നാഗർകോവിലിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഒരുമിച്ച് ജീവിക്കാനായിരുന്നു ഞങ്ങൾ പദ്ധതിയിട്ടത്. എന്നാൽ അതിനു മുൻപ് തന്നെ പോലീസ് ഞങ്ങളെ പിടിച്ചുവെന്ന് മഞ്ജുഷ പോലീസിനോട് പറഞ്ഞു. ഇതിനുശേഷം ഈ രണ്ടുപേരിലും കേസ് ഫയൽ ചെയ്ത് തിരുവനന്തപുരം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ കേസ് സംബന്ധിക്കുന്ന ചില വിവരങ്ങൾക്ക് വേണ്ടി മഞ്ജുഷയെയും അനീഷിനെയും മീരയുടെ ഡെഡ് ബോഡി ലഭിച്ച ആ കിണറിന്റെ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചുകൂടാൻ തുടങ്ങി. പോലീസിനെയും മറികടന്ന് അവിടെ എത്തിയ ജനങ്ങളും അയൽവാസികളും എല്ലാം മഞ്ജുഷയെയും അനീഷിനെയും ചുറ്റി വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. ഒരു പാവം കുഞ്ഞിനെ യാതൊരു കരുണയുമില്ലാതെ നീ കൊന്നല്ലോ, നീയൊക്കെ ഒരമ്മയാണോ എന്ന് അവളുടെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു. ഈ ആൾക്കൂട്ടത്തിന്റെ പക്കൽ നിന്നും ഈ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി എടുക്കുന്നത് തന്നെ പോലീസിന് വലിയൊരു വെല്ലുവിളിയായി. തന്റെ പ്രണയത്തിന് വേണ്ടി. ഇല്ലില്ല, ഇതിനെ നമുക്ക് പ്രണയം എന്ന് വിളിക്കാൻ ഒരിക്കലും സാധിക്കില്ല. തനിക്കും മറ്റൊരാൾക്കും ഇടയിലുണ്ടായ ഒരു തെറ്റായ ബന്ധം, അതിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം. അതുകൊണ്ട് സ്വന്തം മകളെപ്പോലും കൊല്ലാൻ ഒരുങ്ങി, കൊല്ലുകയും ചെയ്തു. എന്തൊരു ദുഷ്ട മനസ്സാണ് ആ അമ്മയ്ക്ക് നിന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തം മകളെക്കാളും വലുതാണ് അവർക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം. ഈ ഒരു സംഭവം പുറത്തറിഞ്ഞപ്പോൾ അത് കേരളത്തിലാകെ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചു. സത്യത്തിൽ മഞ്ജുഷയെ കൊണ്ട് ആ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്റെ അച്ഛനും അമ്മയോടും സംസാരിച്ചൊരു നല്ല തീരുമാനം എടുക്കാമായിരുന്നു. ഇനി അതല്ല എങ്കിൽ ആരോടും പറയാതെ, ആരെയും ശല്യം ചെയ്യാതെ അവർക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നു. വളർന്ന് ഒരു നല്ല നിലയിലേക്ക് എത്തേണ്ട, വളരെ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലുകയും മഞ്ജുഷയും അനീഷും ജയിലിലാവുകയും ചെയ്തു. ഇതിൽ ആർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഇതുപോലുള്ള കേസുകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ തന്നെ നമ്മുടെ നാശത്തിന്റെ ദിവസങ്ങളും എണ്ണി തുടങ്ങും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള ക്രൈം കേസുകളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.